ഇന്ന് ഏറ്റവും കൂടുതൽ വാർത്തയിൽ നിറഞ്ഞു നിന്നത് പ്രിയദർശിനി സൗജന്യ യാത്രയാണ്. പക്ഷേ ഈ ഉദ്ഘാടന ദിവസത്തിൽ തന്നെ സ്ത്രീകളിൽ നിന്ന് പണം ഈടാക്കി എന്നൊരു പരാതിയും കൂടി ഉയർന്നു. അത് തൃശ്ശൂരിൽ നിന്ന് ചാലക്കുടിയിലേക്ക് പോയ ഓർഡിനറി ബസ്സിലാണ് സൗജന്യ യാത്ര കിട്ടാത്തത്. വിദ്യാർത്ഥിനികൾ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യേണ്ടി വന്നു. ബസ്സിൽ കയറിയപ്പോൾ പൂച്ചെണ്ടും മധുരവും ലഭിച്ചു എന്നാണ്. പക്ഷേ സൗജന്യ യാത്ര മാത്രം കിട്ടിയില്ല എന്നും വിദ്യാർത്ഥിനികൾ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. കൊരട്ടി സ്വദേശിനികളായ 3 വിദ്യാർത്ഥിനികൾ ഇന്ന് രാവിലെ 8:30യോടുകൂടിയാണ് KSRTC ബസ് സ്റ്റാൻഡിലെത്തിയത്. ആ സമയത്ത് ഉദ്ഘാടനത്തിന് തയ്യാറായി നിൽക്കുകയായിരുന്നു പ്രിയദർശിനി ബസ്സുകൾ. 9 മണിയോടുകൂടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെത്തി ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. ഇതോടുകൂടി സൗജന്യ യാത്ര ആരംഭിച്ചു എന്ന് കരുതി ഈ വിദ്യാർത്ഥിനികൾ ചാലക്കുടിയിലേക്കുള്ള ഓർഡിനറി ബസ്സിൽ കയറി. എന്നാൽ 9:30യോടുകൂടി കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാനായി ഇവരുടെ അടുത്ത് എത്തിയപ്പോഴാണ് ആ സത്യം മനസ്സിലാക്കിയത്. ഓർഡിനറി ബസ്സിൽ സൗജന്യ യാത്ര ആരംഭിച്ചിട്ടില്ല എന്നുള്ളത്. അവരിൽ നിന്ന് 3 പേരിൽ നിന്നും പണം ഈടാക്കുകയും ചെയ്തു, ടിക്കറ്റ് നൽകുകയും ചെയ്തു. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വണ്ടി കയറിയത്. അവിടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ് കയറിയത്. ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്നത് 9:34 അപ്പൊ ഞങ്ങൾ ചോദിച്ചു സൗജന്യം അല്ലേന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു സിസ്റ്റം ഇതായിട്ടില്ല, സോ അതുകൊണ്ട് സൗജന്യം അല്ലാന്ന് ഞങ്ങളുടെ നിന്ന് കാശ് വാങ്ങിച്ചു. ഓക്കെ, അത് കഴിഞ്ഞ് പുതുക്കാട് എത്തിയപ്പോൾ അവിടെ നിന്ന് കുറച്ച് ആൾക്കാർ കയറിണ്ട്. മെമ്പറാണോ MLA അങ്ങനെ കുറച്ച് ആൾക്കാർ ഈ സാധനമൊക്കെ അവിടെ നിന്നാണ് വെച്ചതെന്ന് തോന്നുന്നു. അപ്പൊ ഞങ്ങളൊരു മാമിന്റെ അടുത്ത് പറഞ്ഞു, ആളാന്ന് തോന്നുന്നു എന്തോ ഒരു പൊസിഷനിൽ ഇരിക്കുന്നത്. അപ്പൊ ആ മാമിന്റെ അടുത്ത് പറഞ്ഞു ഞങ്ങളുടെ നിന്ന് കാശ് ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആള് ചിരിച്ചിട്ട് ഞങ്ങൾക്ക് പൂ തന്നിട്ട് മാത്രം പോവാ. അല്ല, നമ്മളിപ്പോ ഒരാളുടെ അടുത്ത് ഒരു കൺസേൺ പറയുകയാണെങ്കിൽ നമുക്ക് അതിന് ഉത്തരം എന്തെങ്കിലും തരണം. അത് ഉത്തരമൊന്നുമല്ല. അവർ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, ഈ പൊസിഷനിൽ നിൽക്കുക, മാം ഇവർക്ക് കൊടുക്ക്, അവർക്ക് കൊടുക്കുന്നു മാത്രം പറയാനുള്ളൂ. എന്തായാലും സൗജന്യ യാത്ര ആരംഭിച്ച അന്ന് തന്നെ ഇത്തരത്തിലൊരു സംഭവം ഈ വിദ്യാർത്ഥിനികൾക്ക് നേരിടേണ്ടി വന്നു. ചാലക്കുടിയിലാണ് പിന്നീട് ബസ് ഇറങ്ങിയത്. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.